ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10th ചാപ്റ്റർ 10 സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സൈസ് 10.1 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലെ 1 to 4 ക്വസ്റ്റ്യൻസുകൾ, 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ, അതിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസുകളുടെ ആൻസറുകളാണ് നമ്മൾ നോക്കുന്നത്. ചെറിയ ക്വസ്റ്റ്യൻസുകളാണ്, അതുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ചൊരു വീഡിയോ ചെയ്യണം. ഓക്കെ, ഹൗ മെനി ടാൻജൻസ് ക്യാൻ എ സർക്കിൾ ഹാവ്? ഒരു സർക്കിളിന് എത്ര ടാൻജൻറ്റ് വരക്കാൻ പറ്റും എന്നാണ് ചോദ്യം. ഒരു സർക്കിളിന് എത്ര ടാൻജൻറ്റ് വരക്കാൻ പറ്റും? ഒരു സർക്കിളിലേക്ക് നമുക്ക് എത്ര ടാൻജൻറ്റ് വേണമെന്നുണ്ടെങ്കിലും വരക്കാം. ഇൻഫിനിറ്റ്ലി മെനി ടാൻജൻസ് ആണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സർക്കിളാണ്, എഴുതിക്കോളിയും. ഇവിടെ ഓരോ പോയിന്റിലും നമുക്ക് ഓരോ ടാൻജൻറ്റുകൾ വരക്കാൻ പറ്റും. എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വരക്കാം, അല്ലേ? പക്ഷേ ഒരു പോയിന്റിൽ നിന്നും, ഔട്ട്സൈഡ് ഉള്ള ഒരു പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് എത്ര ടാൻജൻറ്റ് വരക്കാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 ഉള്ളൂ കേട്ടോ. ഉള്ളിൽ കൂടെ പോയിട്ടുണ്ട്. ഒരു മിനിറ്റ്. സർക്കിള് ഫ്രീ ഹാൻഡിൽ വരക്കുമ്പോൾ സർക്കിളായിട്ടൊന്നും തോന്നണില്ല, അല്ലേ? വൃത്തത്തിൻ്റെ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്നും സർക്കിളിലേക്ക് നമുക്ക് 2 ടാൻജൻറ്റേ വരക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് സർക്കിളിൽ നമുക്ക് എത്ര ടാൻജൻറ്റ് വേണമെന്നുണ്ടെങ്കിലും വരക്കാം. ഔട്ട്സൈഡ് എ പോയിന്റ് നമുക്ക് എത്ര വരക്കാൻ പറ്റുള്ളൂ? 2 വരക്കാൻ പറ്റുള്ളൂ. ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നമുക്ക് തന്നിട്ടുള്ള ബ്ലാങ്ക്സുകൾ നമ്മൾ ഫില്ല് ചെയ്യണം. എ ടാൻജൻറ്റ് ടു എ സർക്കിൾ ഇന്റർസെക്ട് ഇറ്റ് ഇൻ പോയിന്റ് ഓർ പോയിന്റ്സ്. ഒരു സർക്കിള്, ഒരു ടാൻജൻറ്റ് സർക്കിളിൽ എത്ര പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ടാൻജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു സർക്കിളിനെ ടച്ച് ചെയ്യുന്ന, അഥവാ ഒരൊറ്റ പോയിന്റിൽ മാത്രമാണ് ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിലേ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇന്റർസെക്ട് ചെയ്യുക അല്ലെങ്കിൽ ബൈസെക്ട് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അവിടെ നമുക്ക് വരുന്ന ആൻസർ 1 എന്നാണ്. എ ടാൻജൻറ്റ് ടു എ സർക്കിൾ ഇന്റർസെക്ട് ഇറ്റ് ഇൻ 1 പോയിന്റ് എന്നാണ് അവിടുത്തെ ആൻസർ വരിക. ഇനി ഓൾ ലൈൻ ഇന്റർസെക്റ്റിംഗ് എ സർക്കിൾ ഇൻ 2 പോയിന്റ് ഈസ് കോൾഡ് എ. ഒരു സർക്കിളിൽ, ഇപ്പോൾ ടാൻജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിലെ ഒരു പോയിന്റിലാണ് ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞു. ഓക്കെ, സർക്കിളിലെ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്ത് പോകുന്ന ലൈനിനെയാണ് നമ്മൾ ടാൻജൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എങ്ങനെയാണ്? ഒരു സർക്കിളിനെ 2 പോയിന്റ്സിൽ ടച്ച് ചെയ്യുന്ന, അഥവാ ഇത് ടാൻജൻറ്റ് 2 പോയിന്റ്സിൽ ടച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ വരക്കുന്ന, ഇവിടെ കണ്ടോ, ഇവിടെയും ടച്ച് ചെയ്തു, ഇവിടെയും ടച്ച് ചെയ്തു. 2 പോയിന്റ്സിൽ ടച്ച് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. അതിന് നമ്മൾ പറയുക സീക്കൻഡ് എന്നാണ് പറയുക, അല്ലെങ്കിൽ കോഡ് എന്നും പറയും. ഓക്കെ, ഇനി എ സർക്കിൾ ക്യാൻ ഹാവ് ഡാഷ് പാരലൽ ടാൻജൻറ്റ് അറ്റ് ദ മോസ്റ്റ്. ഒരു സർക്കിളിന് എത്ര പാരലൽ ടാൻജൻറ്റുകൾ ഉണ്ടാവും? ഒരു സർക്കിളിന് 2 പാരലൽ ടാൻജൻറ്റുകളാണ് ഉണ്ടാവുക. ഓക്കെ, അതായത് ഒരു ഡയമീറ്ററിൻ്റെ 2 അറ്റത്താണ് ആ പാരലൽ ടാൻജൻറ്റുകൾ വരിക. ഇവിടെ നമുക്ക് 2 വരക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്താൽ 2 വരക്കാൻ പറ്റുള്ളൂ. വേറെ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് പാരലൽ ആവില്ലല്ലോ. അപ്പോൾ 2 ടാൻജൻറ്റുകളാണ് എന്തായിട്ട് വരിക? പാരലലായിട്ട് വരിക. ഇനി ദ കോമൺ പോയിന്റ്, നാലാമത്തെ അല്ലേ? ദ കോമൺ പോയിന്റ് ഓഫ് എ ടാൻജൻറ്റ് ടു എ സർക്കിൾ ആൻഡ് ദ സർക്കിൾ ഈസ് കോൾഡ്. അഥവാ ടാൻജൻറ്റിനും, ഇപ്പോൾ ഇവിടെ ഈ ചിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നോക്കിയാൽ ഞാനിപ്പോൾ ഈ റൗണ്ട് ചെയ്ത് രണ്ടാമത് റൗണ്ട് ചെയ്ത ചിത്രം കണ്ടോ, ഇവിടെ ഇതായി റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കണേ ഈ ചിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ടാൻജൻറ്റ് ടച്ച് ചെയ്യുന്ന ഈ പോയിന്റും സർക്കിളിൻ്റെ ഈ പോയിന്റിനും കൂടി നമ്മളൊരു പേര് പറയും. ദ കോമൺ പോയിന്റ് ഓഫ് എ ടാൻജൻറ്റ് ടു എ സർക്കിൾ ആൻഡ് ദ സർക്കിൾ ഈസ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയും. ഓക്കെ, ടാൻജൻറ്റ് ടച്ച് ചെയ്യുന്ന ആ സർക്കിളിലെ പോയിന്റ് നമ്മൾ പറയുന്നത്, അത് ടാൻജൻറ്റിനും സർക്കിളിനും കോമൺ ആയിട്ടുള്ള പോയിന്റ് അല്ലേ? ആ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന്. ഓക്കെ, then third question, a tangent PQ at a point P of circle of radius 5 cm meet a line through the center O at a point Q so that OQ equal to 12 cm length PQ is. 4 ഓപ്ഷൻസ് ആണ്, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, അതായത് ഞാനിതിൻ്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഞാനൊന്ന് വരച്ച് കാണിച്ചുതരാം. നമ്മളിത് എങ്ങനെ വരയ്ക്കണമെന്ന് അറിയണമല്ലോ. ഒരു സർക്കിള്, a tangent PQ at a point P of a circle of radius 5. അഥവാ ഇവിടെ ഒരു ടാൻജൻറ്റ് ഞാൻ വരച്ചു. ഓക്കെ, പോയിന്റ് പി അറ്റ് എ പോയിന്റ് പി ഓഫ് സർക്കിൾ, സർക്കിളിൽ ഒരു പോയിന്റ് ആയ പിയിൽ ഞാൻ PQ എന്ന് പറയുന്ന ഒരു ടാൻജൻറ്റ് വരച്ചു. ഓക്കെ, Q ഞാൻ കൊടുക്കാം കേട്ടോ. സെൻറ്ററിന് ഞാൻ O എന്ന് കൊടുത്തു. ഇവിടെ നിന്ന് ഇങ്ങനെ ഞാനൊരു ലൈന് വരച്ചു, ഇതാ OQ. ഇവിടെയാണ് Q കൊടുത്തത്.
OQ 12 ആണ്. റേഡിയസ് നമുക്ക് തന്നിക്കണോ? റേഡിയസ് 5 ആണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ റേഡിയസും വരച്ചു. ഇത് 5 ആണ്. നമുക്ക് PQൻ്റെ നീളമാണ് കാണേണ്ടത്. ഇതാ കണ്ടോ, PQൻ്റെ നീളമാണ് നമുക്ക് കാണേണ്ടത്. നമ്മളൊരു തിയറി പഠിച്ചിട്ടുണ്ട്. റേഡിയസും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. റേഡിയസും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ OPQ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ആ റൈറ്റ് ട്രയാങ്കിളിൽ നമുക്ക് ആരെ യൂസ് ചെയ്യാം? പൈതഗോറസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പൈതഗോറസ് പറയുമ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് ഹൈപ്പോട്ടനസ് കേട്ടോ. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട്, ഒരു സൈഡ് തന്നിട്ട് മറ്റേ സൈഡ് കാണണം. അപ്പോൾ OP സ്ക്വയർ പ്ലസ് PQ സ്ക്വയർ ഇസ് ഈക്വൽ ടു OQ സ്ക്വയർ. A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഈക്വൽ ടു H സ്ക്വയർ ആണല്ലോ. H എന്ന് പറയുന്നതാണ് OQ. മറ്റേ ഒന്നിനെ ഞാൻ OP എന്നും ഒന്നിനെ ഞാൻ PQ എന്നും കൊടുത്തു. ഇനി ഇതിൽ വാല്യൂ കൊടുക്കും. OP 5 ആണ്, PQ നമുക്കറിയില്ല, OQ 12 ആണ്. ഇവിടെ പൈതഗോറസ് എങ്ങനെ മനസ്സിലായല്ലോ അല്ലേ? A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഇസ് ഈക്വൽ ടു H സ്ക്വയർ എന്നാണ്. H എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനസ്, അത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്, അത് OQ. പിന്നെ ഒരു സൈഡ് OP ഒരു സൈഡ് PQ. ഓക്കെ, ഇനി 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 5 5 25, 12 12 144 ആണ്. ഇനി ഈ 25നെ അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ 144 മൈനസ് 25 വരും. 144ന്ന് 25 കുറക്കണം. നോക്കിയാൽ 4ന്ന് 5 പോകില്ല, 14ന്ന് 5 പോയാൽ എത്രയാണ്? 9 ആണ്. ഇവിടെ ഇനി 3 ആണ്, 3ന്ന് 2 പോയാൽ 1, ഇവിടെ 1, 119 കിട്ടും. ഓക്കെ, അപ്പോൾ PQ സ്ക്വയർ ഇസ് ഈക്വൽ ടു 119 ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ കളയാൻ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. സ്ക്വയർ കളയാൻ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. അപ്പോൾ റൂട്ട് 119 എന്ന് വരും PQൻ്റെ നീളം, അഥവാ ഓപ്ഷൻ ഡി വരും. നമുക്ക് 12 13 8.5, ഓപ്ഷൻ ഡി എന്തായിരുന്നു? റൂട്ട് 119 എന്നാണ് തന്നിരുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? റൂട്ട് 119. അതാണ് PQൻ്റെ നീളം വരിക. ഓക്കെ, അടുത്തത് ഡ്രോ എ സർക്കിൾ ആൻഡ് 2 ലൈൻസ് പാരലൽ ടു എ ഗിവൺ ലൈൻ സച്ച് ദാറ്റ് വൺ ഈസ് ടാൻജന്റ് ആൻഡ് അനദർ എ സീക്കൻഡ് ടു ദ സർക്കിൾ. ഒരു സർക്കിൾ വരക്കണം, എന്നിട്ട് ഒരു ലൈനിന് പാരലൽ ആയിട്ട് ഒരു സീക്കൻഡും ഒരു ടാൻജന്റും വരക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒരു സർക്കിൾ വരക്കുക, ഒരു ലൈന് വരക്കുക, ആ സർക്കിളിന് ഒരു സീക്കൻഡും ആ ലൈൻ തന്നിരിക്കുന്ന ലൈനിന് പാരലായിട്ട് നമ്മൾ ജസ്റ്റ് ആ ചിത്രങ്ങളൊന്ന് വരച്ചാൽ മതി. കണ്ടോ, AB എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ABക്ക് ഞാനിവിടെ PQ എന്ന് പറയുന്ന 2 പോയിന്റുകൾ ജോയിൻ ചെയ്തുകൊണ്ട് CD എന്ന് പറയുന്ന ഒരു സീക്കൻഡ് വരച്ചു. അത് 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നില്ലേ? കണ്ടോ, സർക്കിളിൻ്റെ 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന ലൈനെയാണ് നമ്മൾ സീക്കൻഡ് എന്ന് പറയുന്നത്. EF എന്ന് പറയുന്നത് സർക്കിളിൽ R എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. ഒരൊറ്റ പോയിന്റിൽ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ടാൻജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ AB പാരലൽ ടു CD പാരലൽ ടു EF ആണ്. CD എന്ന് പറയുന്നത് സീക്കൻഡ് ആണ്, EF എന്ന് പറയുന്നത് ഒരു ടാൻജന്റുമാണ്. നമ്മളോട് പറഞ്ഞൊരു സർക്കിൾ വരക്കുക, 2 പാരലൽ ലൈൻസ് വരക്കണം. ഒരു ലൈനിന് പാരലായിട്ട് 2 പാരലൽ ലൈൻ വരക്കണം. AB എന്ന് പറയുന്ന ലൈനിന് പാരലായിട്ടാണ് ഞാൻ CDയും EFും വരച്ചിട്ടുള്ളത്. ഒരാൾ സീക്കൻഡ് ആവണം, ഒരാൾ ടാൻജന്റ് ആവണം. അതേപോലെ നമുക്ക് കിട്ടിയില്ലേ? ഓക്കെ.